ഫോഴ്സ് ആൻഡ് ടോർക്ക് ട്രാൻസ്ഡ്യൂസേഴ്സ്. അതിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്കാണ് പ്രോവിങ് റിങ്സ്. അപ്പോൾ എന്താണ് ഫോഴ്സ് സെൻസർ? രണ്ട് സെൻസേഴ്സിന് ഇടയിൽ അല്ലെങ്കിൽ രണ്ട് സർഫസിന് ഇടയിലായിട്ട് വരുന്ന ഫോഴ്സിൽ വരുന്ന റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെങ്കിൽ റിലേറ്റീവ് ചേഞ്ച് മെഷർ ചെയ്യാനാണ് ഫോഴ്സ് സെൻസർ യൂസ് ചെയ്യുന്നത്. എന്നാൽ ടോർക്ക് സെൻസർ യൂസ് ചെയ്യുന്നത് ഒരു റൊട്ടേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ റൊട്ടേഷണൽ ഫോഴ്സ് റെക്കോർഡ് ചെയ്യാനും മെഷർ ചെയ്യാനുമാണ് ടോർക്ക് സെൻസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫോഴ്സ് സെൻസർ റേറ്റ് ഓഫ് ചേഞ്ച്, റിലേറ്റീവ് ചേഞ്ച്. ടോർക്ക് സെൻസർ എന്താണ്? റൊട്ടേഷണൽ ഫോഴ്സും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ ടോപ്പിക്ക് നമ്മൾ പറഞ്ഞു ഏതാണ്? പ്രോവിങ് റിങ്സ് ആണ്. പ്രോവിങ് റിങ് എന്ന് പറയുമ്പോൾ ഫോഴ്സ് മെഷർ ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫോഴ്സ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണ് പ്രോവിങ് റിങ്. അതിൽ ആ പേര് പോലെ തന്നെ ഒരു റിങ് ആണ് അതിൻ്റെ മെയിൻ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. ഒരു എലാസ്റ്റിക് റിങ് ആണ് ഉണ്ടാവുക. എലാസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ്, ഷേപ്പ് ചേഞ്ച് ചെയ്യുമോ അല്ലേ? അതിന് ആ ഒരു ഡിഫോർമേഷൻ സംഭവിക്കാൻ ചാൻസ് ഉള്ള ഒരു സംഭവമാണ് എലാസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എലാസ്റ്റിക് റിങ് ആണ് പ്രോവിങ് റിങ്ങിൽ ഉണ്ടാവുക. ഒരു പ്രത്യേക ഡയമീറ്ററൊക്കെ ഉള്ള റിങ് ആയിരിക്കും. അതിൻ്റെ നടുവിലായിട്ട് സെൻറ്ററിലായിട്ട് ഒരു മെഷറിങ് ഡിവൈസ് ഉണ്ടായിരിക്കും. ആ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ഫോഴ്സ് മെഷർ ചെയ്യുന്നത്. ഫോഴ്സ് അല്ല ആക്ച്വലി മെഷർ ചെയ്യുക, ഡയമീറ്ററാണ് മെഷർ ചെയ്യുക. ഡയമീറ്ററിൻ്റെ പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ്. സോ അങ്ങനെയാണ് അതിൻ്റെ ഫോഴ്സ് മെഷറിങ് വരുന്നത്. ദെൻ പ്രോവിങ് റിങ്സ് ഡിഫറെൻറ്റ് സൈസസിൽ അവൈലബിൾ ആണ്. റിങ് ഡിഫറെൻറ്റ് ഡയമീറ്ററുള്ള റിങ് അവൈലബിൾ ആണ്. ആ റിങ് ഉണ്ടാക്കിയിട്ടുള്ളത് സ്റ്റീൽ അലോയ് കൊണ്ടാണ്. സ്റ്റീൽ അലോയ് കൊണ്ടാണ് പ്രോവിങ് റിങ്സ് ഉണ്ടാക്കാറ്. ഇതാണ് പ്രോവിങ് റിങ്ങിൻ്റെ ഫിഗർ. നടുവിൽ കണ്ടില്ലേ ഒരു റിങ് കണ്ടില്ലേ? സ്റ്റീൽ അലോയ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു എലാസ്റ്റിക് റിങ് ആണത്. അതിൻ്റെ നടുവിലായിട്ട് എന്തുണ്ടായിരിക്കും? ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസറാണ് വെച്ചിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ ഏതായിരുന്നു? നമ്മൾ പഠിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് സെൻസർ ഏതാണ്? LVDT ആണല്ലേ. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലായിരിക്കും പറഞ്ഞിട്ടുണ്ട് LVDT എന്താണെന്ന്. അപ്പോൾ ആ ഒരു റിങ്ങിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് പ്രൊജക്ഷൻ ലെഗ് ഉണ്ട്. പ്രൊജക്റ്റ് ചെയ്തിട്ട് അതാണ് എക്സ്റ്റേണൽ ബോസ് എന്ന് പറയും അതിനെ. പിന്നെ റിങ് എന്ന് പറഞ്ഞൊരു സർക്കുലർ റിങ് ആണ്. ഉള്ളിലും ഉണ്ടായിരിക്കും എക്സ്റ്റേണൽ ബോസ്, പുറത്തുള്ള പോലെ ഉള്ളിലും ഉണ്ട് ഒരു ഇൻറ്റേർണൽ ബോസ്. അതായത് ഒന്നുമില്ല, അതിനെ അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ആ ബോസിലേക്കാണ് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്ന് നോക്കാം. പ്രോവിങ് റിങ്ങിന് മെയിനായിട്ട് രണ്ട് എലമെൻറ്റ്സ് ആണുള്ളത്. ഒന്ന് നമ്മൾ പറഞ്ഞു റിങ് ഉണ്ടായിരിക്കും, പിന്നെ ഒന്ന് ഡയമീറ്റർ മെഷറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡിഫോർമേഷൻ മെഷറിംഗ് സിസ്റ്റം. അങ്ങനെ രണ്ട് മെയിൻ എലമെൻറ്റ്സ് ആണ് പ്രോവിങ് റിങ്ങിനുള്ളത്. റിങ്ങും ഉണ്ടായിരിക്കും, ഡയമീറ്റർ മെഷറിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡിഫോർമേഷൻ മെഷറിംഗ് സിസ്റ്റം. ആ രണ്ട് കമ്പോണൻസ് ആണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ എക്സ്റ്റേണൽ ബോസ് വഴി, എക്സ്റ്റേണൽ ബോസ് ഉണ്ടല്ലോ, രണ്ടറ്റത്തും എക്സ്റ്റേണൽ ബോസ് ഉണ്ടല്ലോ, ആ എക്സ്റ്റേണൽ ബോസിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? റിങ്ങിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫോഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യും? ആ റിങ് എലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എലാസ്റ്റിക് റിങ്ങിന് എന്ത് ചെയ്യും? ഡിഫോർമേഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഡയമീറ്ററിന് ചേഞ്ച് വരും. അതായത് റിങ്ങിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഡയമീറ്റർ ചേഞ്ച് ചെയ്യും അല്ലേ? റിങ് സൈക്ലിക് റിങ് ആയ കാരണം എന്താണ്, അതിന് നടുവിലൊരു ഡയമീറ്റർ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഡയമീറ്ററിനാണ് ചേഞ്ച് വരിക, ഡിഫോർമേഷൻ സംഭവിക്കുന്നത്. ഷേപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഡയമീറ്ററിനാണ് ചേഞ്ച് വരിക. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇൻ ഡയമീറ്ററിനെ നമ്മൾ ഡിഫ്ലക്ഷൻ ഓഫ് റിങ് എന്നാണ് പറയുക. അപ്പോൾ അതൊരു മൈക്രോമീറ്റർ സ്ക്രൂ അല്ലെങ്കിൽ വൈബ്രേറ്റിംഗ് റീഡ്, അത് രണ്ടും വെച്ചിട്ടാണ് മെഷർ ചെയ്തെടുക്കുന്നത്. ആ ഡയമീറ്ററിൽ വന്ന ചേഞ്ച് മെഷർ ചെയ്തെടുക്കുന്നത് മൈക്രോമീറ്റർ സ്ക്രൂ ഉണ്ടാവും, വൈബ്രേറ്റിംഗ് റീഡും ഉണ്ടാവും. നടുവിൽ റിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അത് വെച്ചിട്ടാണ് മെഷർ ചെയ്തെടുക്കുക. മൈക്രോമീറ്റർ സ്ക്രൂവും വൈബ്രേറ്റിംഗ് റീഡും അറ്റാച്ച് ചെയ്തിട്ടുള്ള ഇൻറ്റേർണൽ ബോസിലാണ്. ഇത് ഇൻറ്റേർണൽ ബോസ് എവിടെയാണ്? ഉള്ളിലുള്ളതാണ് അല്ലേ. എക്സ്റ്റേണൽ ബോസ് പുറമേ ആണ്, റിങ്ങിനുള്ളിൽ വരുന്നതാണ് ഇൻറ്റേർണൽ ബോസ്. ഇൻറ്റേർണൽ ബോസിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് മൈക്രോമീറ്റർ സ്ക്രൂവും വൈബ്രേറ്റിംഗ് റീഡും ഉണ്ടാവുക. അപ്പോൾ ഡയമീറ്റർ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വൈബ്രേറ്റിംഗ് റീഡ് ഒരു മോഷനിൽ വെക്കും. ഇത് മൂവ് ചെയ്യുന്ന രീതിയിൽ വെക്കും, വൈബ്രേഷൻ ആക്കി കൊടുക്കും. ദെൻ അതിൻ്റെ അടുത്ത് ഒരു പെൻസിൽ ടേപ്പ് ചെയ്ത് വെക്കും. അപ്പോൾ റീഡ് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സ്ക്രൂ എന്താവും? സ്പിൻഡിലുള്ള സ്ക്രൂ എന്ത് ചെയ്യും? ഒന്ന് അഡ്ജസ്റ്റഡ് ആവും. അപ്പോൾ ഇത് വൈബ്രേറ്റ് ആവുന്നുമുണ്ട്, സ്ക്രൂ അഡ്ജസ്റ്റഡ് ആവുന്നുമുണ്ട് അല്ലേ. വൈബ്രേഷൻ സംഭവിക്കുന്നുമുണ്ട്, സ്ക്രൂ അഡ്ജസ്റ്റഡ് ആവുന്നുമുണ്ട്. അതുവഴി എന്ത് സംഭവിക്കും? ഒരു ബസിങ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഒക്കോഴ്സ് എ ക്യാരക്ടറിസ്റ്റിക് ബസിങ് സൗണ്ട് ഉണ്ടായിരിക്കും ഈ ഒരു പോയിന്റിൽ. അങ്ങനെ ഒരു സൗണ്ട് ഉണ്ടാവുന്ന പോയിന്റിൽ എന്ത് ചെയ്യും? മൈക്രോമീറ്റർ ഡയലിനകത്ത് റിങ്ങിൻ്റെ ഡയമീറ്റർ എത്രയാണെന്നുള്ളത് റീഡിങ് കാണിക്കും. ആ ഒരു സൗണ്ട് വരുന്ന സമയത്താണ് റീഡിങ് കാണിക്കുക. മൈക്രോമീറ്റർ ഡയലിനകത്ത് എന്ത് കാണിക്കും?
ഡയമീറ്റർ എത്രയാണെന്നുള്ളത് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇതാണ് പെൻസിൽ ടേപ്പ് ചെയ്ത് വെക്കുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ വൈബ്രേറ്റിംഗ് റീഡിൽ മോഷനിൽ വെക്കുമ്പോൾ ഒരു പെൻസിൽ അതിൻ്റെ അടുത്തായിട്ട് ടേപ്പ് ചെയ്ത് വെക്കുന്നത്. നടുവിൽ കണ്ടി ഒരു പെൻസിൽ ടേപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെയാണ് വെക്കുക. പിന്നെ ഒരു ലബോറട്ടറി പ്രോവിങ് റിംഗ് ആണിത്. നടുവിൽ കണ്ട മെഷറിംഗ് സിസ്റ്റം, അതിലാണ് എന്ത് കാണിക്കുക, ഡയമീറ്ററിൽ വന്ന ചേഞ്ച്, ഡയമീറ്ററിൻ്റെ റീഡിങ്, ഡയമീറ്റർ എത്രയാണെന്നുള്ളത് കാണിക്കുക. അപ്പോൾ ഡയമീറ്ററിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്, നമ്മുടെ ഫോഴ്സ്, അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും, ഈ ഡയമീറ്ററിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ എലാസ്റ്റിക് ആയിട്ടുള്ള റിങ്ങിന് എന്ത് സംഭവിക്കും, ഡിഫോർമേഷൻ സംഭവിക്കും. അതായത് റിങ്ങിൻ്റെ ഷേപ്പിൽ ചേഞ്ച് വരും. ഷേപ്പിൽ ചേഞ്ച് വരുമ്പോൾ ഡയമീറ്റർ ചേഞ്ച് ചെയ്യും. ഡയമീറ്റർ ചേഞ്ച് ആകുമ്പോൾ പെൻസിൽ വെച്ച് ടേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെഷറിംഗ് സിസ്റ്റത്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഡയമീറ്റർ റീഡ് ചെയ്തെടുക്കാം. ഡയമീറ്ററിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും ഫോഴ്സ്. അപ്പോൾ ഫോഴ്സ് എത്രയാണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് വെൻ എ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ടു മെറ്റീരിയൽ, ഒരു ഫോഴ്സ് മെറ്റീരിയലിൻ്റെ രണ്ട് സൈഡിലുമായിട്ട്, അതായത് റിങ്ങിൻ്റെ രണ്ട് സൈഡിലൂടെയും ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിങ്ങിന് എന്ത് സംഭവിക്കും, ഡിഫോർമേഷൻ സംഭവിക്കും. ഡിഫോർമേഷൻ സംഭവിക്കുന്നത് വഴി നമുക്ക് ഡയമീറ്ററിൽ ചേഞ്ച് വരും. ഡയമീറ്ററിൽ ചേഞ്ച് വരുമ്പോൾ അതിൽ ആ ഒരു മെഷറിംഗ് സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, ഡയമീറ്റർ എത്രയാണെന്നുള്ളത് റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് പ്രൊപ്പോർഷണലായിരിക്കും എന്ത്, നമ്മുടെ അപ്ലൈഡ് ഫോഴ്സ്, നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന് പ്രൊപ്പോർഷണലായിരിക്കും അത്. അപ്പോൾ ഡിഫോർമേഷൻ മെഷർ ചെയ്യുന്നത് വഴി നമുക്ക് എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്, ഫോഴ്സാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അതാണ് പ്രോവിങ് റിംഗ്.